ശ്രുതി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശ്രുതിയുടെ വിവാഹമാണ് അടുത്ത മാസം നവംബറിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ വിവാഹം എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു. അതിനെപ്പറ്റി മനസ്സിലായി. എങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ശ്രുതി ചോദിച്ചിരിക്കുന്നത്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമായതുകൊണ്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ടും സാധിക്കും. രജിസ്റ്റർ ചെയ്യേണ്ട ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ നടയിലെ വൈജയന്തി ബിൽഡിങ്ങിനോട് സമീപമാണ് കേട്ടോ. അതിനോടനുബന്ധിച്ചാണ് ആ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. മണ്ഡപത്തിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അവിടേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് രേഖകൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ വിവാഹം ഷീട്ടാക്കുന്ന സമയത്ത് ഒരു അപേക്ഷാ ഫോം ലഭിക്കും. അത് വധുവരന്മാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് അവിടുന്ന് ലഭിച്ചില്ലെങ്കിൽ അത് ചോദിച്ച് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിനോടൊപ്പം കുറച്ച് രേഖകൾ ഹാജരാക്കണം. വധുവരന്മാരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓരോന്ന് വീതം, പിന്നെ ആധാറിനോടൊപ്പം വയസ്സ് തെളിയിക്കുന്ന രേഖകൾ. അതിപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവാം, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതാവാം, അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇവയിൽ ഏതെങ്കിലും ആകും. പിന്നെ വധുവരന്മാരുടെയും സാക്ഷികളുടെയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ആവശ്യമാണ് കേട്ടോ. ഫോൺ കൈവശം വെക്കണം, OTP വരുന്നതായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 18 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും സാക്ഷികളാവാം. സാക്ഷികൾ നേരിട്ട് ഹാജരാകണമെന്നില്ല. അവരുടെ ആധാർ നമ്പർ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വേറൊരു ദിവസം വന്നിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ കുറച്ചധികം പ്രൊസീജിയേഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ കഴിയാവുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.